നമസ്കാരം. KPCC-യുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഡസ്ട്രിയൽ സെല്ലിന്റെ ഈ പരിപാടി ഇവിടെ സ്വാഗതം ആശംസിച്ച പുതുതായി ചുമതലയേൽക്കുന്ന ജില്ലാ പ്രസിഡന്റ് ശ്രീ തോംസൺ ലോറൻസ്, ജില്ലാ ചെയർമാൻ KPCC-യുടെ ഇൻഡസ്ട്രിയൽ സെല്ലിന്റെ ഇവിടെ അധ്യക്ഷൻ ശ്രീ നിസാർ പുരത്തിൽ, ഇൻഡസ്ട്രിയൽ സെല്ലിന്റെ സംസ്ഥാന ചെയർമാൻ, ഉദ്ഘാടകനായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു തുടങ്ങിയ വേദിയിൽ വിശിഷ്ട വ്യക്തികളുടെ ഒരു വലിയ സാന്നിധ്യം തന്നെയുണ്ട്. അനിൽകുമാർ ഉൾപ്പെടെ എല്ലാവരെയും പേരുകളിനകത്ത് എഴുതാത്തതുകൊണ്ട് കാരണം എല്ലാവരെയും വായിക്കുന്നില്ല. എല്ലാവരെയും ചേർത്തോടെ വാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ്. സദസ്സിലും പ്രിയമുള്ളവർ നിരവധി എല്ലാവരെയും ചേർത്തോടെ അഭിവാദ്യം ചെയ്യും. ഇവിടെ ഈ പൊന്നാട് അണിയിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനൊരു സ്നേഹപൂർവ്വം അത് ഒന്ന് നിരസിച്ചത്, ഞാൻ ഈ ആദരിക്കലുകൾക്കൊന്നും നിന്ന് കൊടുക്കാത്ത ഒരാളാണ്. എന്നെ ആദരിക്കുന്നത് അതിൻ്റെ ഒരു നിലപാടാണ്. വളരെ വർഷങ്ങളായിട്ട് ഞാനത് എന്നെ ആദരിക്കുന്നതിന് മറ്റുള്ളവരെ ആദരിക്കുന്നതിന് ഇഷ്ടമാണ്. അതിന് കാരണമാണ് അതിനകത്തൊന്ന് പറഞ്ഞിട്ട് ഞാൻ വരാം. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരുപാട് ധീരരായ രക്തസാക്ഷികൾ, നമ്മുടെയൊക്കെ ദിവസവും അന്നമുട്ടുന്ന പാവപ്പെട്ട കർഷകർ, വലിയ മഹാഗുരുനാഥന്മാർ, മഹാപ്രതിഭകൾ, മഹാ അധ്യാപകന്മാർ, രാജ്യം കാക്കുന്ന സൈനികർ, ഇങ്ങനെ ആദരിക്കപ്പെടേണ്ട അംഗീകരിക്കപ്പെടേണ്ട ഒരുപാട് പേർ, മഹാവ്യക്തിത്വങ്ങൾ ഒരു ആദരവും കിട്ടാതെ കടന്നു പോകുന്ന ഒരു ലോകത്ത് എന്നെ പോലെ കുറച്ച് സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതിന്റെ പേരിൽ ഇങ്ങനെ ആദരിക്കേണ്ടതില്ല എന്ന ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് ഞാൻ എന്നെ ആദരിക്കുന്നതിന് ഞാൻ പ്രകടിപ്പിച്ചു കൊടുത്തത്. ഇവിടെ സ്നേഹത്തോടെ ഇങ്ങനെ പൊന്നാടേക്ക് തന്നു. പലയിടത്ത് പോകുമ്പോൾ ഇതുപോലുള്ള പൊന്നാടുകൾ തരാറുണ്ട്. അത് ഞാൻ കൈകളിൽ വാങ്ങാറുണ്ട്. അതിന്റെ കാരണവും ഇങ്ങനെയൊക്കെ ലഭിക്കുന്ന പൊന്നാടുകൾ ഞാൻ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ട് പത്തനാപുരത്ത് ഗാന്ധി ഭവൻ എന്ന് പറയുന്നൊരു സ്ഥാപനം, അവിടെ ഈ തിരുവാതിരങ്ങളിലും അമ്പല നടകളിലുമൊക്കെ മക്കൾ ഉപേക്ഷിച്ച പ്രായമായ മനുഷ്യർ, അനാഥരെന്നത് പറയാൻ പറ്റില്ല, കാര്യം അവരിപ്പോ സനാഥരായിട്ട് കഴിയുന്നിടമാണ് ഗാന്ധി ഭവൻ. അപ്പൊ അവിടെ പോയിട്ട് അവിടെ പ്രായമായ അമ്മമാരും ഇതുപോലുള്ള അച്ഛന്മാരും അവരെ ഇങ്ങനെ കിട്ടുന്ന പൊന്നാളുകൾ ശേഖരിച്ച് ഞാൻ അവരെ കൊണ്ടുപോയി അവരെ അണിയിച്ച് സമൂഹം എനിക്ക് നൽകുന്ന ആദരവും ഇഷ്ടവും ഒക്കെ സ്നേഹവും ഞാൻ അവരെ അണിയിച്ചാണ് ആദരിക്കുന്നത്. അത് എന്റെ ശരീരത്തിൽ അണിയിച്ച ഒരു പൊന്നാള കൊണ്ടുപോയി ഞാൻ അവരെ അണിയിക്കുന്നത് അനാദരമായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് കൈകളിൽ ഏറ്റുവാങ്ങിയത്. അത് ഒരു അഹങ്കാരമൊക്കെ കാണരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും നിങ്ങൾ നൽകിയ ഈ ഇഷ്ടം, സ്നേഹം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഗാന്ധി ഭവനിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഇടങ്ങളിലോ പോകുമ്പോ അവരുടെ ഈ ആദരവ് ഞാൻ അവരെ അണിയിച്ച് ആദരിക്കും എന്ന് മാത്രം പറയുന്നു. ഇവിടെ എനിക്ക് വളരെ സ്നേഹപൂർവ്വം നൽകിയ ഈ ഒരു സ്വീകരണത്തിന് വളരെ ഹൃദയപൂർവ്വം അത് നന്ദി പറയുന്നു. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത് ജില്ലാ ചെയർമാൻ അതിനായിട്ടുള്ള ശ്രീ തോമസ്, അദ്ദേഹമാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. ഇത് എനിക്ക് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് കാണുന്നത് ഞാൻ ഈ ഒരു നിമിഷം. ഇത് പുതുതായി സംരംഭകരായി മാറുന്നവരും നിലവിൽ സംരംഭകരായിട്ടുള്ളവരുമൊക്കെ ചേർന്നുള്ള ഒരു സംഘടനയാണ്. ഈ നമ്മുടെ ഒരു നാടിന്റെ വികസനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം തന്നെ ഇതുപോലുള്ള സംരംഭങ്ങളും ഒക്കെയാണ്. ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് അത്, അല്ലെങ്കിൽ ആ നാടിന്റെ ഒരു പുരോഗതി എന്ന് പറയുന്നത് കുറെ വലിയ കോൺക്രീറ്റ് സൗധങ്ങളോ അല്ലെങ്കിൽ വലിയ പാലങ്ങളോ വലിയ റോഡുകളോ ഇതൊക്കെ മാത്രമല്ല, അതൊക്കെ അതിന്റെ അടയാളങ്ങളാണ്.
അതിലൊക്കെ അപ്പുറം ഇതുപോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ അതാണ് ഒരു നാടിന്റെ വികസനത്തിന് ഏറ്റവും വലിയ അടിത്തറമാകുന്നതും കരുത്തേറുന്നതും. അത്തരം സംരംഭങ്ങൾക്ക് ഏറ്റവും വലിയ ഊർജമായി മാറുന്നത് മനുഷ്യരുടെ അധ്വാനമാണ്. ആ അധ്വാനിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തുകയും ആ സംരംഭകരെ ചേർത്ത് നിർത്തുകയും അവരുടെ അധ്വാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ആ അധ്വാനത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് ഇത്തരം സംഘടനകളുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് തീർച്ചയായും സംഘടനകൾ മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട്, സ്ത്രീകളുടെ അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ, ഭിന്നശേഷിക്കാരുടെ ഒക്കെ അവകാശങ്ങൾ ഒക്കെ സംരക്ഷിച്ച് അവരെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് അത്തരം സംഘടനകൾക്കും ശക്തി ഉണ്ടാകുന്നത്, സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അർത്ഥവത്തായി മാറുന്നത്. നമ്മുടെ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ സംരംഭകരുടെ സംഭാവനകൾ വലിയ രീതിയിൽ ആവശ്യപ്പെടുന്ന ഒരു കാലത്താണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒരുപാട് ഈ ചെറുപ്പക്കാർ, നമ്മുടെ പല ചെറുപ്പക്കാരും വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജനതയുള്ള രാജ്യമാണ് നമുക്ക്. ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്, നമുക്ക് ഏറ്റവും വലിയ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നിപ്പോ നമ്മുടെ യുവാക്കൾക്ക് തൊഴിലന്വേഷിച്ച് മറ്റു നാടുകളിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോകേണ്ടി വരുന്ന ഒരു ദുർഗതി ഉണ്ട്. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണല്ലോ ഇപ്പോ നമ്മുടെ യുവത വല്ലാതെ അസ്വസ്ഥരാവുകയും നമ്മുടെ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് നീറ്റ് പരീക്ഷയുടെ പേരിൽ ഒക്കെയാണ് പ്രക്ഷോഭമെങ്കിൽ പോലും അസ്വസ്ഥരായ ഒരു യുവതയുടെ പ്രതിഷേധമാണ് നൽകുന്നത്. ആ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ അവരുടെ ഒരു അരക്ഷിത അവസ്ഥ തന്നെയാണ് ഏറ്റവും പ്രധാനം. നിരാശരാണ് നമ്മുടെ യുവത, നമ്മുടെ ചെറുപ്പക്കാർ നിരാശരാണ്. അവർ ഈ രാജ്യത്ത് ഒരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത തരത്തിൽ നിന്ന് ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഭരണകൂടങ്ങളൊക്കെ ആ രീതിയിൽ യുവതയോട് കാണിക്കുന്ന ഒരു സമീപനം, ആ ഗവൺമെന്റിന്റെയൊക്കെ പല നയങ്ങളും നമ്മുടെ യുവാക്കൾ അവരെ വല്ലാതെ നിരാശരാക്കുന്നതാണ്. അതിന്റെയൊക്കെ ഒരു അമർഷവും പ്രതിഷേധവുമാണ് ഇന്നിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാന നഗരിയിൽ, രാജ്യത്തിന്റെ തലസ്ഥാനത്ത് യുവതയുടെ പ്രതിഷേധം ഇങ്ങനെയാണ് വിട്ടുകൊടുക്കിയത്. അതിന്റെ നേരെ ഭരണകൂടം കാണിച്ച സമീപനവും നമ്മൾ കണ്ടു. ഇവിടെ ഒരു മഹാൻ പറഞ്ഞത് ഇങ്ങനെ സമരം നടത്തുന്ന ചെറുപ്പക്കാരെ വെട്ടിവെച്ചു കൊല്ലണം എന്ന് പോലും പറഞ്ഞ ആൾക്കാരുള്ള ഒരു ഭൂമികയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ജനാധിപത്യ രീതിയിൽ സമാധാനപരമായി നടത്തിയ ഒരു സമരത്തിൽ പോലും ആ രീതിയിൽ പകയുടെയും പുറപ്പിന്റെയും ഉദ്ദേശത്തിന്റെയും ഒക്കെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ചിലർ അങ്ങനെ പറയുന്നു. ആ യുവതയുടെ ഏറ്റവും വലിയ പ്രതിഷേധം നമ്മൾ വിജയം കണ്ട ആ ഒരു സഹന സമരം, ജനാധിപത്യമായ രീതിയിൽ നടത്തിയ സമരം, ആ സമരത്തിന്റെ പിതൃത്വവും ആ സമരത്തിന്റെ വിജയവും അതിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലരും പ്രതിഷേധിക്കുന്നുണ്ട്. ആ രീതിയിൽ വല്ലാത്ത രീതിയിൽ നമ്മുടെ ജനാധിപത്യം തന്നെ വല്ലാതെ ഒരു അപകടത്തിലായിരിക്കുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും നമ്മളുടെ യുവാക്കൾ അപ്പൊ നിരാശരാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ തൊഴിൽ തേടി നടത്തുന്നവരാകാതെ സ്വയം തൊഴിൽ കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് തൊഴിൽ ദാതാക്കളായി മാറുകയും തൊഴിൽ നൽകുന്ന സംരംഭകരായി, അത് ഞാൻ ഈ സംരംഭകരുടെ വേദികളെന്ന് പറയുന്നത് കൂടുതൽ പ്രസക്തിയുണ്ട്. മറ്റുള്ളവർക്ക് കൂടി തൊഴിൽ നൽകുന്ന തരത്തിൽ നിങ്ങൾ മാറുന്നത്. കാര്യം ആ രീതിയിൽ വിദ്യാഭ്യാസമുണ്ട്, സാങ്കേതിക പരിജ്ഞാനങ്ങൾ കൊണ്ട്, പ്രകൃതി വിഭവത്തിന്റെ വലിയ സമ്പന്നത കൊണ്ട്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഇങ്ങനെ മറ്റിടങ്ങളിലേക്ക് തൊഴിലന്വേഷിച്ച് പോകുന്നതിന്റെ കാരണം നമുക്ക് അവസരങ്ങളില്ല എന്നുള്ളതാണ്. അവസരങ്ങൾ ഉണ്ടാവുകയും അവസരങ്ങൾ ഉണ്ടാവുകയും അപ്പൊ ആത്മവിശ്വാസം ഉണ്ടാവുകയും അല്പം ധൈര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ അങ്ങനെയല്ല. ഇവിടെ ഇരിക്കുന്ന ഈ സന്ദർഭങ്ങളിലധികവും അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരു ധൈര്യത്തിന്റെ പുറത്ത്, ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത്, ഒരു സംഘടനത്തിന്റെ പുറത്താണ് നിങ്ങൾ പല സംഘടനകളും തുടങ്ങിയതും അത് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ യുവാക്കളൊക്കെ മുന്നോട്ട് കൂടുതൽ സംരംഭകരായിട്ട് മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുന്ന അവസരങ്ങൾ സൃഷ്ടിക്കുന്നവരായിട്ട് മാറുന്ന അങ്ങനെ ഒരു വികസന സങ്കല്പത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നതെല്ലാം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തോട് അനുഭാവം പുലർത്തുന്നവരാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ നമ്മൾ ചെയ്യുന്ന സംരംഭങ്ങളൊക്കെയും കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തെ എടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനം, അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്. ആ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ ഒരു വലിയ സാംസ്കാരിക ഒരു പൈതൃകമുണ്ട്, ഒരു വലിയ പാരമ്പര്യമുണ്ട്. ആ സാംസ്കാരിക മൂല്യങ്ങൾ, ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ, മതനിരപേക്ഷ മൂല്യങ്ങൾ, ഭക്തികതയ്ക്കെതിരെയുള്ള അത്തരം നിലപാടുകൾ, ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആകണം നമ്മുടെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ സംരംഭങ്ങൾക്കും അങ്ങനെ ഒരു ജനാധിപത്യ സ്വഭാവവും ഒരു മനുഷ്യത്വപരമായ നിലപാടുകളും മനുഷ്യന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. തീർച്ചയായും സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അതിന് മുതൽ മുടക്കുണ്ടാകും. ആ മുതൽ മുടക്ക് മുടക്കുന്നവർക്ക് അത് തിരിച്ചു പിടിക്കാനുള്ള തീർച്ചയായിട്ടും അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അങ്ങനെ ആ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അമിതമായ കൊള്ളലാഭം ഉണ്ടാക്കിക്കൊണ്ടാകരുത്. തീർച്ചയായും ലാഭം ഉണ്ടാകണം. ഏതൊരു ഒരു വ്യവസായത്തിനും ഒരു തിരിച്ചു കിട്ടുന്നത് അല്ലെങ്കിൽ അതിന്റെ ലാഭം തീർച്ചയായും ആ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. അവിടെ വ്യവസായ സംരംഭം നിലനിൽക്കാൻ ആവശ്യമാണ്. അതിനപ്പുറം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലാഭത്തിന്റെ കണക്കുകൾ മാത്രം നിർത്തി ആകരുത്. കോൺഗ്രസുകാരുടെ സംരംഭങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം. അത് ജനങ്ങൾക്ക് വേണ്ടി അതൊരു സേവന മനോഭാവത്തോടു കൂടി ഉള്ളതാകണം. അപ്പോഴാണ് അതൊരു കോൺഗ്രസ് സംസ്കാരം ഉൾക്കൊള്ളുന്ന, കോൺഗ്രസ് സംസ്കാരം പ്രതിഫലിക്കുന്നതായി മാറുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് ഈ സമൂഹത്തോട് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് മറ്റുള്ളവരെക്കാൾ. പ്രത്യേകിച്ച് ഇങ്ങനെ കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതിന്റെ ആധിപത്യത്തിൽ ഇങ്ങനെയുള്ള സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സംരംഭങ്ങൾ അത് ഈ പൊതുസമൂഹം വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഒരുപാട് പുതിയ പദ്ധതികൾ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ നിസ്സഹായരായുള്ള ഒക്കെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റായിട്ട് ഇതിനോടകം തന്നെ അങ്ങനെ ഒരു ഉച്ചായ അതിലേക്ക് വന്നു കഴിഞ്ഞു. സ്ത്രീകളെ പ്രത്യേകിച്ച് പരിഗണിക്കുന്ന ഒക്കെ ഈ ഭിന്നശേഷിക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ നന്നായി പരിഗണിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ, അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു ഗവൺമെന്റാണ് നമുക്കുള്ളത്. അവരുടെ ചുമതലയേറ്റപ്പെട്ടുണ്ട്. എനിക്കൊക്കെ വലിയ വ്യക്തിഗതമായി സന്തോഷിക്കുന്നതാണ് ഈ ആശാ വർക്കർമാർക്ക് 3000 രൂപ അധിക ശമ്പളം, അധിക വേതനം നൽകിക്കൊണ്ടുള്ള തീരുമാനം സംസാരിക്കുകയുണ്ടായി. ആ സഹോദരിമാർ ഇവിടെ അതിന്റെ ഒരു വിദ്യാഭ്യാസം സെക്രട്ടേറിയറ്റിന്റെ തലയിൽ അവർ ആചരിച്ചു. ഈ 3000 രൂപ കൂട്ടി നൽകി ഈ ഗവൺമെന്റ് തീരുമാനം ആഹ്ലാദ സംഗമം ഉദ്ഘാടനം ചെയ്യണമെന്ന് ക്ഷണിച്ചത്. എന്നെ വിശേഷിപ്പിച്ചത് ആശാസമരത്തിന്റെ രക്തസാക്ഷി എന്നാണ് എന്നെ വിശേഷിപ്പിച്ചത്. ആ സമരം ഉദ്ഘാടനം ചെയ്യാനും വിളിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ജനപക്ഷ നിലപാടുകളുമായി തീരുമാനങ്ങളുമായി നമ്മൾ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും അതിന് പൂർണ്ണമായ എല്ലാ ശക്തിയും പകർന്നു നൽകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത് ഈ സമൂഹത്തോട് തികഞ്ഞ പ്രതിബദ്ധതയോടുകൂടിയ ഒരു പ്രവർത്തനമായി അത് മാറേണ്ടതുണ്ട്. അത് നമ്മുടെ ഒരു കോൺഗ്രസിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒന്നായി മാറേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഈ സംഘടനയുടെ അതിലെ അംഗങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ആ രീതിയിലേക്ക് മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും ഇങ്ങനെയൊരു സംഘടന നമ്മുടെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതിൽ അത് തികഞ്ഞ ഒരു സാമൂഹ്യ ബോധത്തോടുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും അറിയിക്കുകയുള്ള ശ്രീ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ പ്രിയാതികൾ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതിന്റെ മന്ത്രി എത്രയും വേഗം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.